ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ശൈത്താൻ കയറുമ്പോൾ ആദ്യം കയറാൻ നാവുമേന്നാണ്. ലഅനത്തുല്ലാഹി അലൈഹി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പിശാച് കയറിയാൽ ആദ്യം കയറുക അവൻ്റെ നാവുമേക്കാരം. നാവ് ശൈത്താന് ലഅനത്തുല്ലാഹി അലൈഹിക്ക് ആദ്യം പേച്ചത് നാവാണ്. ഖലഖതനീ മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. നാവ് വെച്ചു. പറഞ്ഞത് ന്യായാണ്, പക്ഷെ പറച്ചോനോട് പറയേണ്ട വർത്താനല്ല എന്ന് മാത്രം. ഞാൻ തീ കൊണ്ടും അവൻ മണ്ണ് കൊണ്ടും പടച്ചതല്ലേ. അസ്ജുദു ലിമൻ ഖലഖത തീന. മണ്ണ് കൊണ്ട് പടച്ച ആദമിന് തീ കൊണ്ട് പടച്ച ഞാൻ സുജൂദ് ചെയ്യുകയോ എന്നത് ന്യായമാണെങ്കിലും അള്ളാഹിനോട് പറയാൻ പറ്റിയ വർത്താനായില്ല എന്നതാണ് വിഷയം. ന്യായം എല്ലായിടത്തും പറയാനുള്ളതല്ല. അതാണ് സംഭവിച്ചത്. അപ്പോൾ നാക്ക് പഴക്കുകയാണ് ചെയ്തത്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പിശാച് കയറിയാൽ ആദ്യം കയറുക നാവുമേ. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ശക്തമായ അവയവവും നാവാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ശക്തിയുള്ളത് 2 അവയവങ്ങൾക്കാണ്. നമ്മൾ പറയല്ലോ ശുജായി എന്ന് പറയും. ചിലപ്പോൾ ഒരാളൊരു ശുജായി ആണെന്നറിയും. ശുജായി എന്ന് പറഞ്ഞാൽ ആരാ? ശുജായി എന്ന് പറഞ്ഞാൽ 2 ഗുണങ്ങൾ ഉള്ള മനുഷ്യനാണ് ശുജായി എന്ന് പറയാം. 2 ഗുണം. ഒന്ന്, തൊള്ളയിലെ നാവ് അടങ്ങിയിരിക്കുന്നവൻ. 2, ലൈംഗികാവയവം അടങ്ങിയിരിക്കുന്നവൻ. അതായത് ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് തൗഹീദാണ്. ലോകത്തെ ഏറ്റവും വലിയ ശക്തി തൗഹീദാണ്. തൗഹീദിൻ്റെ സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉസ്സിസത്തിസ് സമാവാതു വൽ അർളു അലാ ഖുൽ ഹുവല്ലാഹു അഹദ്. ആകാശഭൂമികൾക്ക് തറക്കല്ലിട്ടിരിക്കുന്നത് ഖുൽ ഹുവല്ലാഹു അഹദിന്റെ മേലിലാകുന്നു എന്ന് പറഞ്ഞു. ആകാശഭൂമിൻ്റെ തറക്കല്ല് ഖുൽ ഹുവല്ലാഹ്. അതിൻ്റെ പ്രമേയമാണ് അഹദിയത്ത്. ഭൂമിയിലെ ഏറ്റവും, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് അഹദിയത്ത്, ഏകത്വം. കൈ നമുക്ക് 2 എണ്ണമാണ്, കാല് 2 എണ്ണമാണ്, കണ്ണ് 2 എണ്ണമാണ്, മൂക്ക് 2 എണ്ണമാണ്, ചെവി 2 എണ്ണമാണ്. 2 എണ്ണമില്ലാത്ത 2 എണ്ണമാണ്. ഒന്ന് വായയും ഒന്ന് ഗുഹ്യസ്ഥാനവും. അതാണ് ഏകത്വത്തിൻ്റെ മേൽ അറിയിക്കുന്ന അവയവങ്ങൾ. അതാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ശക്തിയുള്ളത്. മൻ യളമനു ലീ മാ ബൈന ലഹ്യൈഹി വമാ ബൈന ഫഖ്ദൈഹി അളമനു ലഹുൽ ജന്ന. ഹബീബുനാ റസൂലുള്ളാഹി. മൻ യളമനു ലീ, ആരെങ്കിലും എനിക്ക് ജാമ്യം നിന്നാൽ, മാ ബൈന ലഹ്യൈഹി, 2 താടിയെല്ലുകൾക്കിടയിലുള്ള വസ്തുവിൻ്റെ കാര്യത്തിലും, വമാ ബൈന ഫഖ്ദൈഹി, 2 തൊടയെല്ലുകൾക്കിടയിലുള്ള വസ്തുവിൻ്റെ കാര്യത്തിലും ആരെങ്കിലും എനിക്ക് ജാമ്യം നിന്നാൽ, അളുമനു ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം വാങ്ങിക്കൊടുക്കുമെന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി. ലൈംഗിക വിശുദ്ധിയുള്ളവനെ പാറ വരെ അംഗീകരിച്ചിട്ടുണ്ടെന്നാണ്. ലൈംഗിക വിശുദ്ധിയുള്ളവനെ പാറക്കല്ല് വരെ അംഗീകരിച്ചിട്ടുണ്ട്. ഇർഷാദിലുണ്ടല്ലോ ഒരു കഥ പറയണു. ഇർഷാദുൽ ഇബാദില് 3 ആൾക്കാർ യാത്ര പോയിട്ടൊരു ഗുഹയിൽപ്പെട്ടത്. 3 ആളുകൾ യാത്ര ചെയ്തു. ഒരു മലയുടെ താഴ്വാരത്തെ ഒരു ഗുഹയിൽ മഴ പെയ്തപ്പോൾ അഭയം പ്രാപിച്ചു. മഴയിൽ മുകളിൽ നിന്ന് ഉതിർന്നു വന്ന ഒരു പാറക്കല്ല് ഗുഹാമുഖം അടച്ചു കളഞ്ഞു. അവസാനം അവരോ 3 ആളും ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളെ മുൻനിർത്തി ദുആ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഒരാൾ ദ്വാരന്ന്, പഠിച്ചോനെ, എനിക്ക് പ്രായമായൊരു ഉമ്മയും വാപ്പയും ഉണ്ടായിരുന്നു. എന്നും ഉമ്മയും വാപ്പയും ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ ഞാനും എൻ്റെ മക്കളും ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം ഞാൻ പശുക്കളെയും ഒട്ടകങ്ങളെയും കാലികളെയും നോക്കാൻ പോയി. വൈകുന്നേരം മടങ്ങി വന്ന് പാല് കറന്ന് ആദ്യം എൻ്റെ ഉമ്മാക്ക് കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും ഭക്ഷണം കഴിക്കാതെ ക്ഷീണിച്ച് ഉമ്മ ഉറങ്ങിപ്പോയിരുന്നു. ഉമ്മയെ വിളിച്ചുണർത്താൻ വയ്യ എന്ന് കരുതി ഉണരുമ്പോൾ കൊടുക്കണമെന്ന് കരുതിയിട്ട് ഉമ്മ കിടക്കുന്ന കട്ടിലിൻ്റെ അരികിൽ ഞാൻ പാൽപാത്രവും കയ്യിൽ പിടിച്ചങ്ങനെ നിന്നു.
മക്കൾ പാല് ചോദിക്കുന്നുണ്ടെങ്കിലും ഉമ്മ കുടിക്കുന്നതിന് മുമ്പ് കൊടുക്കാൻ വയ്യെന്ന് കരുതി ഞാൻ അവിടെ കാത്തു നിന്നു. പാതിരാവ് കഴിഞ്ഞാണ് എൻ്റെ ഉമ്മ ഉണർന്നത്. ആദ്യം ഞാൻ എൻ്റെ ഉമ്മാക്ക് കൊടുക്കുകയും പിന്നെ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുകയും ചെയ്തു. അല്ലാഹുവേ, ഞാൻ ഈ ചെയ്തത് നീ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാലിഹായ സൽക്കർമ്മമാണെങ്കിൽ ഞങ്ങളകപ്പെട്ട ഈ വിപത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ എന്ന് ഒന്നാമൻ തോർന്നപ്പോൾ കല്ലൊന്ന് ഇളകി. പക്ഷെ പുറത്തേക്ക് വരാൻ പറ്റിയില്ല. രണ്ടാമൻ ദുആ ചെയ്തു. സുന്ദരിയായ ഒരു സഹോദരി, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞാൻ അവളെ എപ്പോഴും എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ കിട്ടിയില്ല. സാമ്പത്തികമായി വളരെയധികം വിഷമിച്ച് അവളൊരിക്കൽ എന്നോടൊരു അല്പം പണം കടം ചോദിച്ചു. ഞാൻ പണം കടമല്ല സൗജന്യമായി നൽകാമെന്നും അതിന് പകരമായി നിന്റെ ശരീരത്തെ എനിക്ക് തരണമെന്നും പറഞ്ഞു. ഗത്യന്തരമില്ലാതെ അവൾ അതിന് സമ്മതിച്ചു. അങ്ങനെ ഞാൻ ആ പണം കൊടുത്തു. അവളുമായി ലൈംഗിക വീഴ്ചയിൽ ഇടപെടാൻ ഒരുങ്ങുന്ന സമയത്ത് അവൾ എന്നോട് പറഞ്ഞു, ഇത്തട്ടില്ല, നീ അള്ളാഹുവിനെ പേടിക്കണം. പടച്ചോനെ, അത് മൂന്നാമത്തെ ആൾ കേട്ടോ. രണ്ടാമത്തെ ആള് ജോലിക്കാരൻ കൂലി വാങ്ങാതെ പോയിട്ട് ആ കൂലി കൊണ്ട് ഒരാടിനെ വാങ്ങി, പിന്നെ അതിനെ വിട്ടൊരു പശുവിനെ വാങ്ങി, പിന്നെ ഒരു ഒട്ടകം വാങ്ങി, പിന്നെ ഒരുപാട് ഒട്ടകങ്ങളുണ്ടായി. കുറേ കാലം കഴിഞ്ഞ് ജോലിക്കാരൻ മടങ്ങി വന്നിട്ട് നിങ്ങൾ ഇന്നാളാ തരാനുള്ള കൂലി കാട്ടിക്കാണിന്ന് പറഞ്ഞപ്പോൾ ഒരു മലഞ്ചെരിവ് മുഴുവൻ ഒട്ടകങ്ങളും ആടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് മൊത്തം എൻ്റെത് വലുതായതാണ്, കൊണ്ടേക്കോ എന്ന് പറഞ്ഞാണ് കൊടുത്തയച്ചു. അത് രണ്ടാമത്തെ ആൾ. മൂന്നാമത്താണ് ഈ സംഭവം. എനിക്കൊരു ഇളയമ്മാൻ്റെ മകളുണ്ടായിരുന്നു. അവളോട് വലിയ ഇഷ്ടമായിരുന്നു. വ്യഭിചാരത്തിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങി. പക്ഷേ അല്ലാഹുവേ, നിന്നെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം ഞാൻ വ്യഭിചാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞത്. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരമലാണെങ്കിൽ ഞങ്ങളകപ്പെട്ട വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞപ്പോൾ പാറക്കല്ല് നീങ്ങി നിന്നു. ലൈംഗിക വിശുദ്ധിയുള്ളവനെ പാറക്കല്ല് വരെ അനുസരിക്കും എന്നതിൻ്റെ തെളിവായിട്ട് അത് ഉദ്ധരിക്കാറുണ്ട്. ഇതാണ് ശുചായി. സംസാര വിശുദ്ധിയും ലൈംഗിക വിശുദ്ധിയും ഒരാൾക്കുണ്ടെങ്കിൽ ആരുടെ മുമ്പിൽ എഴുന്നേറ്റിക്കാൻ കഴിയും. ഓനോട് ആരും ഇരിക്കാൻ പറയില്ല. അതേസമയത്ത് സംസാരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ, ലൈംഗിക അവിശുദ്ധി ഒരാൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അവന് ഒരു മനുഷ്യൻ്റെ മുമ്പിൽ എഴുന്നേറ്റിക്കാൻ പറ്റില്ല. ഓൻ്റെ കാര്യത്തിൽ തന്നെ മതിപ്പുണ്ടാവില്ല, പിന്നല്ല വേറുള്ളൊരു കാര്യം. അതുകൊണ്ട് ഷജാഅത്ത് എന്ന് പറഞ്ഞാൽ, ധീരത എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സംസാര വിശുദ്ധിയും മറ്റൊന്ന് ലൈംഗിക വിശുദ്ധിയാണ്. പറയേണ്ട കാരണം, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ശൈത്താൻ കയറുകയാണെങ്കിൽ ആദ്യം കയറുക അവൻ്റെ നാവുമ്മ ഇക്കാരം എന്ന് പറഞ്ഞതാണ്. നാവിനെയാണ് പിശാച് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് ബറക്കത്താണ് നമ്മുടെ വിഷയം. റജബ് മാസമായാൽ നബി തങ്ങൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ ഫീ റജബിൻ. റജബിൽ വേറൊരു ബറക്കത്തുണ്ട്. റജബ് തവക്കുലിൻ്റെ മാസമാണ് എന്നാണ്. റജബുൻ ഷഹറുല്ലാ എന്നുണ്ട്. റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. ഒരു മനുഷ്യന് അള്ളാഹുവിനെ മനസ്സിലായാൽ അവൻ്റെ ജീവിതത്തിനുണ്ടാവുന്ന ഏറ്റവും വലിയ മാറ്റം അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ തോന്നും എന്നതാണ്. ഇതാണ് തവക്കുൽ. എല്ലാ ദിക്റുകളും തവക്കുലിൻ്റെ ദിക്റാണ്. നമ്മളൊരു വഴിക്ക് പോവുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ശരിക്കും അതെന്താ സംഭവം? തവക്കുലാണ്. വാഹനത്തിൽ കയറുകയാണ്, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, തവക്കുലാണ്. പള്ളിയിൽ കയറാൻ, അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക, തവക്കുലാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, തവക്കുലാണ്. എല്ലാ ദിക്റുകളും തവക്കുലിൻ്റേതാണ്. അതുകൊണ്ട് റജബ് തവക്കുലിൻ്റെ മാസമാണ്. വമൻ യതവക്കൽ അലല്ലാഹി വഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ
വമൻ യതവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ ഏൽപ്പിച്ചാൽ ഫഹുവ ഹസ്ബുഹു, അല്ലാഹു അവന് മതിയായവനാണ്. ശരിക്കും നമ്മൾ പള്ളിക്കന്ന് നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കുകയാണ്, ഹയ്യാല സ്വലാ, നിസ്കരിക്കാൻ വരി. ശരിക്ക് മറുപടി കൊടുക്കേണ്ടത് ലബ്ബൈക്ക് എന്നാണ്, ഇതാ വരുന്നു എന്നാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന മറുപടി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സംഗതി വിളിച്ചത് നിസ്കരിക്കാനാണെങ്കിലും ഉന്നതനും മഹാനുമായ അള്ളാഹു വിചാരിച്ചാലല്ലാതെ വരാൻ കഴിയൂല. അപ്പൊ റജബിൻ്റെ ബറക്കത്ത് ശരിക്ക് തവക്കുൽ കൽബിൽ വരലാണ്. അത് പലപ്പോഴും നമുക്ക് ഇല്ല എന്നുള്ളതാണ്. തവക്കുൽ കൽബിൽ വന്നാൽ ചെറിയ കാര്യങ്ങൾക്ക് ദുആ ചെയ്യാൻ തുടങ്ങുന്നതാണ് ജീവിതത്തിൻ്റെ മാറ്റം. ഞാൻ പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കണേ. അതായത് ഒരു മനുഷ്യൻ തവക്കുലുള്ള ആളാണ് എന്നതിൻ്റെ അടയാളം ചെറിയ കാര്യങ്ങൾക്ക് ദ്വാരക്കാൻ തുടങ്ങുന്നുള്ളതാണ്. നമ്മളാരും ചെറിയ കാര്യത്തിന് ദ്വാരക്കലില്ല, നമ്മൾ വലിയ കാര്യത്തിനാണ് ദ്വാരക്കുക. അപ്പം ഞാനിങ്ങനെ അള്ളാഹുവേ പടച്ചോനെ റബ്ബേ, ക്യാൻസർ, കുഷ്ഠം, വെള്ളപ്പാണ്ട് പോലത്ത മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവനും ചെലവാക്കിയാലും അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ക്യാൻസർ രോഗത്തെ തൊട്ട് കാത്ത് സലാമത്താക്കണേ അല്ലാ എന്നൊക്കെ ദ്വാരന്നാൽ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ എന്ന് പറയും. അതേസമയത്ത് ഞാൻ അങ്ങനെ ദ്വാരക്കാണ്, പടച്ചോനെ ജലദോഷം തരരുതേ അല്ലാ, ചീരാപ്പ് തരരുതേ, മൂക്കടപ്പ് തരരുതേ, ചുമ തരരുതേ, കഞ്ഞിയിലുപ്പേറരുത് അല്ലാ എന്നൊക്കെ ദ്വാരന്നാലേ വന്നപ്പോൾ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, എപ്പോഴെപ്പോൾ ഞങ്ങൾക്ക് തുടങ്ങിയതെന്ന് തോന്നും. എന്താ? ചെറിയ കാര്യത്തിന് നമ്മളാരും ദ്വാരക്കലില്ല. അതിനൊരു കാരണമുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് എന്നതാണ്. ഇത് തവക്കുലിനെതിരാണ്. സംഗതി നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള കപ്പാസിറ്റി കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് ദ്വാരക്കാൻ തോന്നാതിരിക്കുക എന്നുള്ളത് തവക്കുലിനെതിരാണ് എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തവക്കുലുണ്ടെങ്കിൽ എല്ലാ ചെറിയ ചെറിയ വിഷയങ്ങൾക്കും അവൻ ദുആ ചെയ്യും എന്നതാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ദ്വാരക്കൽ തുടങ്ങണം. അപ്പോൾ തവക്കുലിൻ്റെ വലിയൊരു അടയാളമായിട്ട് അത് മാറും. അള്ളാഹുവാണ് ഏറ്റവും വലിയ ഏൽപ്പിക്കാൻ പറ്റിയ ആൾ. ഫമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, നിങ്ങൾ എന്നെ ഏൽപ്പിച്ചോളൂ, ഞാൻ ഏറ്റെടുത്തു കൊള്ളാം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഏൽക്കാൻ വേണ്ടി പറഞ്ഞ തന്നെയാണ്. ഏൽക്കും, ഓനെക്കൊണ്ട് നടക്കും ചെയ്യും. ഓ ഏറ്റെടുത്താൽ ഏറ്റമാതിരി ഉണ്ടാവും ചെയ്യും. പിന്നെന്താ പ്രശ്നം എന്നറിയോ? നമ്മൾ ഏൽപ്പിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. നമ്മളാണ്ട് ഏൽപ്പിക്കണില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് റജബ് തവക്കുലിൻ്റെ മാസമാണ്. ഷാബാനോ? ഷാബാൻ ഇഷ്കിൻ്റെ മാസമാണ്. ഷാബാൻ എൻ്റെ മാസമാണെന്ന് അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടങ്ങാത്ത താല്പര്യം വന്നു ചേരേണ്ട മാസമാണ് ഷാബാൻ മാസം. അത് നമ്മളിങ്ങനെ രണ്ട് തരത്തിൽ ഇഷ്കുണ്ടെന്നാണ്. ഒന്ന് അഖലിയായ ഇഷ്കുണ്ട്, ഒന്ന് തബഇയായ ഇഷ്കുണ്ട്. അഖലി എന്ന് പറഞ്ഞാൽ ബുദ്ധിപരം, തബഇ എന്ന് പറഞ്ഞാൽ പ്രകൃതിപരം. ഇങ്ങനെ രണ്ടു തരം ഇഷ്കുകളുണ്ട്. ബുദ്ധിപരമായ ഇഷ്ക് എന്ന് പറഞ്ഞാൽ ആലോചിച്ചപ്പോൾ മനസ്സിലായി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാലേ കഴിച്ചിലാകുള്ളൂ എന്ന് മനസ്സിലായതിനാൽ സ്നേഹിക്കുന്നതിനെയാണ് അഖലിയായ സ്നേഹം എന്ന് പറയുന്നത്. തബഇയായ സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. തബഇയായ സ്നേഹം എന്ന് പറഞ്ഞാൽ തങ്ങൾ വരുന്നുണ്ട്.
ബാക്കി പറയട്ടെ. സ്നേഹം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അഖലിയായ സ്നേഹവും മറ്റൊന്ന് ത്വബഇയായ സ്നേഹവും. അഖല് എന്ന് പറഞ്ഞാൽ ബുദ്ധി, അഖലി എന്ന് പറഞ്ഞാൽ ബുദ്ധിപരം. ത്വബഇ എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്നാണ്. ത്വബഇ എന്ന് പറഞ്ഞാൽ പ്രകൃതിപരം. രണ്ട് തരത്തിൽ സ്നേഹങ്ങളുണ്ട്. ബുദ്ധിപരമായ സ്നേഹം എന്ന് പറഞ്ഞാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ രക്ഷപ്പെടൂല എന്ന് മനസ്സിലാക്കിയതിനാൽ നബി തങ്ങളെ ഒരാൾ സ്നേഹിക്കുന്നു. അല്ലെങ്കിൽ സലാമത്തിൻ്റെ ഏറ്റവും എളുപ്പമുള്ള വഴി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കലാണെന്ന് മനസ്സിലാക്കിയതിനാൽ നബി തങ്ങളെ ഒരാൾ സ്നേഹിക്കുന്നതിനെയാണ് അഖലിയായ സ്നേഹം, ബുദ്ധിപരമായ സ്നേഹം എന്ന് പറയുന്നത്. ത്വബഇയായ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കണ്ടോന്ന് കരുതിയാലും നടക്കണില്ല, അങ്ങോട്ട് സ്നേഹിച്ചു പോകുക. ഇതിനെയാണ് ത്വബഇയായ സ്നേഹം എന്ന് പറഞ്ഞത്. മുഹമ്മദ് നബിയോടുള്ള സ്നേഹം ഒന്നാമത്തതല്ല, രണ്ടാമത്തതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം രണ്ടാമത്തതായിരിക്കണം, ത്വബഇയായിരിക്കണം. സ്നേഹിക്കാതിരിക്കാൻ അങ്ങോട്ട് കഴിയണില്ല. നമ്മുടെ കാര്യത്തിൽ നമ്മളെക്കാൾ താല്പര്യമുള്ള ആളാണ് മുഹമ്മദ് നബി. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ചില ആൾക്കാർക്ക് നബി തങ്ങളെ മദി ചെയ്താൽ ഏറോന്ന് സംശയമുണ്ട്. അള്ളാഹു തന്നെ അള്ളാഹുവിൻ്റെ രണ്ട് പേര് മുഹമ്മദ് നബിക്ക് പറഞ്ഞത് ഈ ആയത്തിലുണ്ട്. റഊഫ്, റഹീം, അത് രണ്ടും അള്ളാഹുവിൻ്റെ പേരാണ്. പക്ഷെ ഇവിടെ പറഞ്ഞത് നബി തങ്ങളെ കുറിച്ചാണ്. ഏറൂല. ഏറു എപ്പോന്നറിയോ? അള്ളി റസൂല് ഒന്നാന്ന് പറഞ്ഞ ഏറും. രണ്ടെണ്ണല്ല, അള്ളി റസൂല് ഒന്നെന്നെയാണ് എന്ന് പറഞ്ഞ ഏറും. അത് പറയാത്തിടത്തോളം കാലം മദ് ഏറൂല. ബാലഗൽ മുദ്ദഹു ഫി ഔസഫിഹി ഫമ ബലഗ് ബാലിഗും മിശറ മാ ഊതി ബിമാ ഫിൽ ബാലി ബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തുനബിയോടുള്ള ഇഷ്ടം ബുദ്ധിപരമായാൽ പോരാ, അഖലിയായാൽ പോരാ, ത്വബഇയായിരിക്കണം. ത്വബഇയായ സ്നേഹമുണ്ടാവണമെങ്കിൽ ബന്ധം തിരിച്ചറിയണം. ബന്ധം മനസ്സിലായാലാണ് ത്വബഇയായ സ്നേഹം ഉണ്ടാവുക. നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഗൾഫിൽ നിന്ന് ഒരാൾ ലീവിന് വന്നു, കല്യാണം ആലോചിച്ചു, കല്യാണമൊന്നും ശരിയായില്ല. പോണേൻ്റെ 2 ദിവസം മുമ്പ് കല്യാണം ശരിയായി. എന്നാൽ പിന്നെ ഞാൻ നിക്കാഹ് നടത്തിങ്ങാണ്ടാണ് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നിക്കാഹ് നടത്തി. ഒരിക്കൽ ഓലൊന്നിങ്ങനെ കണ്ടു, ഒന്നിച്ചിരുന്നൊന്ന് ഭക്ഷണം കഴിച്ചു. ഓൻ ഗൾഫിക്ക് പോയി. 2 മാസം കഴിഞ്ഞിട്ട് വാഹനാപകടത്തിൽ ഭർത്താവ് മരണപ്പെട്ടാൽ ആ ഒറ്റ പ്രാവശ്യം കണ്ട് നിക്കാഹിച്ച പെൺകുട്ടി ഉണ്ടല്ലോ, മാസങ്ങളോളം കരയും. എന്താ കാരണം? ബന്ധം മനസ്സിലായി എന്നതാണ് കാരണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ക് ത്വബഇയാവണമെങ്കിൽ നബിയും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് മനസ്സിലാവണം. നിങ്ങളുടെ അമലുകൾ എനിക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വെളിവാക്കപ്പെടുമെന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നുണ്ടെന്നും അഷ്റഫുൽ വറ ഹബീബുനാ റസൂലുള്ളാഹി. ഞമ്മക്ക് വേണ്ടി നമ്മൾ 2 വട്ടം പൊറുക്കലിനെ തേടണില്ല കേട്ടോ, രാവിലെയും വൈകുന്നേരം. നമുക്ക് വേണ്ടി നമ്മൾ 2 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുന്നില്ല. അങ്ങനത്തെ നമുക്ക് വേണ്ടി എല്ലാ ദിവസവും 2 നേരം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന്
പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബന്ധം മനസ്സിലാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വാപ്പ മാതാപിതാക്കൾ മക്കളെ പാലം കടക്കുന്നതിൻ്റെ മുമ്പ് തിരിഞ്ഞു നോക്കൂല. സിറാത്ത് പാലം ഏറ്റവും ചുരുങ്ങിയത് 50,000 വർഷമുണ്ടാകുമെന്നാണ്. ഒരിക്കൽ ഒരു സ്വഹാബി വര്യൻ നബി തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, നാളെ മഹ്ശറിൽ വെച്ച് നിങ്ങളെ ഒന്ന് കാണാൻ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടതു നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം? നബി തങ്ങൾ പറഞ്ഞു, നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് കാണാം. ആ സ്വഹാബി വര്യൻ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അവിടെ വെച്ച് കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? അത് തൂക്കുന്ന മീസാൻ എന്ന തുലാസിൻ്റെ അടുക്കൽ കാണാം. അവിടെ വെച്ച് കണ്ടില്ലെങ്കിൽ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? ഹൗദുൽ കൗസർ എന്ന ദാഹജലം മുക്കിക്കൊടുക്കുന്ന ഹൗദങ്കരയിൽ വെച്ചു കാണാം. പുന്നാര നബിയെ, മാണിക്കക്കല്ലേ, എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല നബിയേ. ഞാൻ നാളെ മഹ്ശറിൽ എന്തായാലും നിങ്ങളെ കണ്ടേ മതിയാകൂ എന്ന് തോന്നുമ്പോൾ എവിടെയാണ് അന്വേഷിക്കേണ്ടത് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം? മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, സഹാബ, സിറാത്ത് പാലം കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണാതെ പോകൂല കേട്ടോ. വാപ്പ മക്കളെ അന്വേഷിക്ക പാലം കടന്നിട്ടാണ്. മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിൻ്റെ ശേഷമാണ്. പാലം കടക്കുന്നതിൻ്റെ മുമ്പ് 50,000 വർഷം തിരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബന്ധം മനസ്സിലായാൽ മാത്രമേ സ്നേഹം തൊഴിയാവുകയുള്ളൂ. അതുകൊണ്ട് പുണ്യനബിയും സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കണം. ആയിഷ ബീവി ഭർത്താവിനെ വിളിക്കൽ യാ അയ്യുഹർ റജുൽ എന്നല്ല, യാ റസൂലല്ലാഹ് എന്നാണ്. ഫാത്തിമ ബീവി വാപ്പാനെ വിളിക്കൽ വാപ്പാന്നല്ല, യാ റസൂലല്ലാഹ് എന്നാണ്. അല്ലെങ്കിലും വാപ്പാക്ക് വാപ്പയാകാൻ മാത്രമേ കഴിയുള്ളൂ, ഉമ്മയാവാൻ കഴിയൂല. ഉമ്മാക്ക് ഉമ്മയാകാൻ മാത്രമേ കഴിയുള്ളൂ, വാപ്പയാകാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരേ സമയം വാപ്പയും ഉമ്മയുമാകാൻ കഴിയുമെങ്കിൽ അത് മുഹമ്മദ് നബിക്ക് മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആത്മഹർഷം തുടികൊട്ടുന്ന നാളാണ് ഖിയാമത്ത്. നെഞ്ചിടിപ്പിൻ്റെ ശബ്ദം കാതുകൊണ്ട് കേൾക്കാമെന്നാണ് ഖിയാമത്ത് നാളിൽ. ആ സ്ഥലത്ത് വെച്ച് ആരും ആരെയും ശ്രദ്ധിക്കുകയില്ല, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ ശ്രദ്ധിക്കുകയില്ല. സത്യത്തിൽ ഹിസാബ് എന്തിനുള്ളതാണെന്ന് ഞാൻ കുറേ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഹിസാബ് ചെയ്യാൻ ആരംഭിക്കണമെങ്കിൽ 50,000 വർഷം കഴിയും. എന്നിട്ടാണ് ആരംഭിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിനെ തുടർന്നാണ് ആരംഭിക്കുക. എല്ലാ മനുഷ്യന്മാരും കൂടിയിട്ട് ആദ്യം പൂർവ്വകാല അമ്പിയാക്കളുടെ അടുക്കൽ ചെല്ലും. ഇബ്രാഹിം നബീൻ്റെ അടുക്കൽ, മൂസാ നബി, ഈസാ നബി, സയ്യിദുനാ നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലൊക്കെ ചെല്ലും. എന്നിട്ട് പറയും, ഈ മഹ്ശറിൽ നിന്നൊന്നാണ് രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി നിങ്ങളൊന്ന് പറയോ? ഓരോരുത്തരും പറയും, ഞങ്ങൾ തന്നെ സ്വന്തം കാര്യത്തിൽ വലിയ ഇടങ്ങേറിലാണ്. അവസാനം മുസ്തഫ നബിയോട് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ അർശിൻ്റെ താഴ്ഭാഗത്ത് പോയി സുജൂദിൽ വീണ് കിടക്കും. ആ സുജൂദിനൊടുവിൽ പറയപ്പെടും, മുഹമ്മദ് സൽ തുഴ്ത്ത, മുഹമ്മദ് നബിയെ തല ഉയർത്തു, എന്താണ് ആവശ്യം നിർവഹിച്ചു തരാമല്ലോ എന്ന് പറയും. അങ്ങനെ തല ഉയർത്തിയിട്ട്, പടച്ചോനെ, എൻ്റെ ആൾക്കാർ, നിന്റെ അടിമകൾ മഹ്ശറയിലാകെ അടങ്ങറായിട്ടുണ്ട്, അവരെ ഒന്ന് ഹിസാബ് ചെയ്യണം എന്ന് പറയും. സത്യത്തിൽ എന്തിനാണ് മഹ്ശറ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമ്മതിപ്പിക്കാനാണ്. നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല.
ഈ പറയാൻ പോണേൽ ഇപ്പം നമ്മളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ മാസ്റ്ററിന്നൊന്നാണ് കഴിച്ചില്ലാന്ന് പറയാൻ പോണേൽ നമ്മളൊക്കെ ഉണ്ടാവും. അങ്ങനെ ചെന്നിട്ട് എന്താ പറയുക, സ്വർഗത്തേക്കായാലും വേണ്ടിയില്ല നരകത്തേക്കായാലും വേണ്ടിയില്ല, ഇവിടുന്ന് ഒന്നാണ് കഴിച്ചിലായാൽ മതി എന്നാണ് പറയാം. നരകത്തേക്കായാലും വേണ്ടിയില്ല നിങ്ങളാരെങ്കിലും പറയോ? ഞാൻ പറയില്ല. നിങ്ങൾ പറയുകയാണെങ്കിൽ പറഞ്ഞോളി, ഞാൻ പറയില്ല. മമ്പാട്ടേർ പറയുകയാണെങ്കിൽ പറഞ്ഞോളി, ഞാൻ ഏതായാലും പറയില്ല. നമ്മളെ മുമ്പിൽ ആകെ ഒറ്റ ഓപ്ഷനുള്ളൂ, എവിടേക്ക്? സ്വർഗത്തേക്ക്. പിന്നെ എന്തുകൊണ്ടാണ് സ്വർഗത്തേക്കായാലും വേണ്ടില്ല നരകത്തേക്കായാലും വേണ്ടില്ല എന്ന് പറയണത്? അതിനൊരു കാരണമുണ്ട്. പറയാൻ പോണേൽ അബൂജഹലുണ്ടേ, ലഅനത്തുല്ലാഹി. അതുകൊണ്ടാണ്. ഈ പറയാൻ പോണേൽ നമ്രൂദുണ്ട്, പറയാൻ പോണേൽ ഖാറൂനുണ്ട്, പറയാൻ പോണേൽ ഫിറഔനുണ്ട്. അതുകൊണ്ടാ പറയണത്. എന്തിനാ മാഷറ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിചാരിച്ചാലേ നടക്കുള്ളൂന്ന് ഫിറഔനും നമ്രൂദിനും ഖാറൂനിനും അതുപോലത്തെ ആൾക്കാർക്കും എന്നാണോ മനസ്സിലാകണത് അന്ന് ഹിസാബ് തുടങ്ങും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമ്മതിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ മഹ്ശർ. ലോകത്തെന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കാത്തതായുണ്ടോ അതിൻ്റെയും രഹസ്യം മുഹമ്മദ് നബിയാണ്. ഇനി ലോകത്തെന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ അതിൻ്റെയും രഹസ്യം അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി. ലോകത്തെന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ രഹസ്യം മുഹമ്മദ് നബിയാണ്. ആദം നബി അലൈഹി സ്വലാം സ്വർഗത്ത് എന്തിനാ അങ്ങോട്ട് വന്നത്? മുഹമ്മദ് നബിക്ക് വരാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീയുന്നതിനാ കയറി പോകുന്നത്? മുഹമ്മദ് നബിക്ക് വരാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂഹ് നബി അലൈഹി സ്വലാം എന്തിനാ കപ്പൽ കയറി രക്ഷപ്പെട്ടത്? മുഹമ്മദ് നബിക്ക് വരാൻ. ലോകത്തെന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ പിന്നിലെ രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് എന്തെല്ലാം സംഭവിക്കാത്തതുണ്ടോ അതിൻ്റെയും പിന്നിലെ രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചിട്ടില്ല ആരും. സംഭവിക്കാത്തൊരു കാര്യമാണ്, കെട്ടിച്ചിട്ടില്ല. എന്താ കാരണം? സ്വർഗത്തിൽ മുത്തുനബിക്ക് കല്യാണം കഴിക്കാൻ ലോകത്ത് സംഭവിക്കാത്തതിൻ്റെയും രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ലോകത്ത് എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ അതിൻ്റെയും രഹസ്യം മുഹമ്മദ് നബിയാണ്. അതാണ് മഹ്ശർ. മഹ്ശറയുടെയും രഹസ്യം അഷ്റഫുൽ ഖൽഖാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എവിടെ വെച്ചാ കാണാൻ? എനിക്ക് എന്തായാലും മഹ്ശറയിൽ നിങ്ങളെ കാണാതിരിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, സിറാത്ത് പാലത്തിൻ്റെ അടുത്ത് വെച്ച് കാണാതിരിക്കൂല. അവസാനത്തെ മനുഷ്യനും കടന്നു പോകുന്നത് വരെ പാലത്തിൻ്റെ അടുക്കൽ ഇങ്ങനെ നിന്നിട്ട് ഓരോരുത്തരും പോകുമ്പോൾ അല്ലാഹുമ്മ സല്ലിം, പടച്ചോനെ ഓനാണ് കഴിച്ചിലാക്കുക, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ അവനെ രക്ഷപ്പെടുത്തി, അവനെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഓരോരുത്തരും പോകുമ്പോൾ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ്. അതുകൊണ്ട് ലോകത്തെ എല്ലാ വിജയങ്ങളുടെയും രഹസ്യം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നു. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ലോകത്തെ ഏറ്റവും കൂടുതലായി ബറക്കത്തുണ്ടായ ഒരു മനുഷ്യൻ സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണെന്നാണ്. 200 വയസ്സുവരെ മഹാനവർകൾ ജീവിച്ചിട്ടുണ്ട്. എന്താ രഹസ്യം? മുഹമ്മദ് നബി. ലോകത്തെ ഏറ്റവും ബറക്കത്തുണ്ടായ രണ്ടാമത്തെ മനുഷ്യൻ മഹാനായ സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. 130ാമത്തെ വയസ്സിലും അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കവിളിൽ ഒരൊറ്റ ചുളിവും വീണിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. എന്തേ കാരണം? 10 വയസ്സുള്ള സമയത്തൊരിക്കൽ നബി തങ്ങൾ കവിളിലൊന്നിങ്ങനെ കൈയോടിച്ചതായിരുന്നു കാരണം. 130ാമത്തെ വയസ്സിലും അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ തലയിൽ ഒറ്റ മുടിയും നരച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. 10 വയസ്സിന് താഴെ പ്രായമുള്ള സമയത്തൊരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ ഇങ്ങനെ കൈവച്ചതായിരുന്നു കാരണം. അതുകൊണ്ട് റജബിന്റെ ബറക്കത്തിനും തോർക്കണം, ശഅബാന്റെ ബറക്കത്തിനും നോക്കണം. റജബിന്റെ ബറക്കത്ത് തവക്കുലാണ്, ശഅബാനിന്റെ ബറക്കത്ത് ഇഷ്കാണ്, റമളാനിന്റെ ബറക്കത്ത് എന്ന് പറയുന്നത് ഉമ്മത്തിനെ തിരിച്ചറിയലാണ്. റമളാൻ ഉമ്മത്തിന്റെ മാസമാകുന്നു എന്നാണ്. മുസ്ലിം ഉമ്മത്തിനെ, മുസ്ലിം സമൂഹത്തെ തിരിച്ചറിയുക എന്നതാണ് റമളാൻ മാസത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബറക്കത്ത്. അങ്ങനെ 3 മാസവും ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ബറക്കത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും കൊണ്ടുവരികയും വേണം. ബറക്കത്തില്ലാത്ത എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. ബറക്കത്തുള്ളത് വളരെ കുറച്ചാണെങ്കിൽ പോലും ഒരുപാട് ഉപകാരങ്ങൾ അതിനുണ്ടാകും എന്നാണ്.